ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു നെയ്പത്തൽ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഇതുവരെ ഉണ്ടാക്കാത്തവർക്കും അതുപോലെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്കും കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അരി കുതിർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വേവ് കുറഞ്ഞ അരിയാണ്, ചോറ് വെക്കുന്ന അരി, പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊന്നി, അതുപോലെ തന്നെ വെള്ളക്കുറുവ, പിന്നെ നൂർജഹാൻ എന്നൊക്കെ പേരുള്ള അരിയില്ലേ, വേവ് കുറഞ്ഞ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്ന ചോറ് വെക്കുന്ന അരിയില്ലേ, അത് ഏതും എടുക്കാം. കൂടാതെ റേഷനരിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 1.5 കപ്പ് പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1.5 കപ്പിന് കറക്റ്റ് 1/4 കപ്പ് പച്ചരിയും കൂടി വേണം. നമ്മൾ ദോശയൊക്കെ ചുടാൻ എടുക്കുന്ന പച്ചരിയില്ലേ, പച്ചരിയുടെ അളവ് കൂടാനൊന്നും പാടില്ല. നിങ്ങൾ 1.5 കപ്പ് പുഴുങ്ങലരി എടുക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പച്ചരിയുടെ അളവും കുറച്ചെടുക്കേണ്ടതാണ്. ഇനി ഇത് രണ്ടും കൂടി നല്ല പോലെ തന്നെ കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങ് അടച്ചു വെക്കാം. അരി നല്ല പോലെ തന്നെ മുങ്ങുന്ന വിധത്തിൽ മുങ്ങിയിട്ട് നല്ല പോലെ തന്നെ വെള്ളം വേണം. ഇത് പിന്നെ കുതിർന്ന് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല, വെള്ളം മുഴുവനായിട്ടും അരി വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. കുതിർത്തിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, അതിൽ കൂടാൻ പാടില്ല. പിന്നെ ചുടുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് മാത്രം ഇത് കുതിർക്കാനായിട്ട് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നല്ലൊരു അരഞ്ഞു കിട്ടുന്ന മിക്സിയൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം മാത്രം ഇതൊന്ന് ജസ്റ്റ് ഇത് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കൊടുക്കേണ്ട. അരിയുടെ പീസ് ഇങ്ങനെ ഉണ്ടാവണം, പൊട്ടിപ്പോകാൻ മാത്രമേ പാടുള്ളൂ. നല്ല പോലെ അരഞ്ഞെടുക്കണ്ട. പൊട്ടിപ്പോകുക എന്ന് പറഞ്ഞാൽ തീരെ അരയാണ്ടിരിക്കാനും പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് അപ്പം പെർഫെക്റ്റായിട്ട് അപ്പത്തിൻ്റെ ആ ഒരു നമുക്ക് തട്ടുകട സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ആ ഒരു അപ്പത്തിൻ്റെ സ്റ്റൈൽ ഇതിലേക്ക് രീതിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരി അരക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് മുതൽ 1 കപ്പ് വരെ തേങ്ങ എടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ. 3/4 കപ്പോ അതുപോലെ തന്നെ അരി കുറച്ചെടുക്കുന്നവർ അതുപോലെ തേങ്ങയുടെ അളവും മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ജീരകം, ഒരു വലിയ ഉള്ളിയുടെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പോർഷനായിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് ഫസ്റ്റ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്മൂത്തായിട്ട് അരയാതെ നല്ല പീസായിട്ട് അരി കിട്ടുന്ന നമ്മളെ കയ്യിലിങ്ങനെ തൊടുമ്പോൾ തന്നെ പീസായിട്ട് ഉണ്ടാവണം. അങ്ങനെ മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ അപ്പം എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോർഷൻ അരക്കുന്നതിലാണ് നമ്മുടെ ഉള്ളിയും അതുപോലെ ജീരകവും തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവരികയാണ്. അരച്ചിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റുക. ഇതാ കാണുന്നില്ലേ, അരി നല്ലപോലെ അരഞ്ഞിട്ടുള്ള പീസായിട്ട് കിട്ടിയിട്ട് കാണുന്നില്ലേ. അപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ട് അപ്പം ശരിയാവുന്നില്ല എന്ന് ആരും പറയണ്ട. പ്രത്യേകമായിട്ട് ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കരുത്. ഇനി ഞാൻ ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ അരി അരയാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ലൂസാക്കിയിട്ട് അരക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചേർക്കേണ്ടത് പത്തലൊക്കെ ചുടുന്ന നൂൽപുട്ട് അതൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അതാണ്. അത് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ്. പൊടിയുടെ അളവൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല, നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് പൊടിയുടെ അളവൊക്കെ ഉണ്ടാവുക. മിക്സിയിൽ അരി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കറക്റ്റ് അരി മുങ്ങുന്ന വരെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ ഒരു 1/2 കപ്പിലും കുറച്ചധികമായിട്ട് പൊടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തു.
കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക പൊടി, അല്ലെങ്കിൽ അരക്കപ്പ് തന്നെ ഞാൻ ഈ പറയുന്ന അളവിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ടൈറ്റായിട്ട് തോന്നിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ കുഴച്ചെടുക്കുകയാണ്. ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചെടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതുപോലെ തന്നെ മാവ് പരത്താനായിട്ട് നിങ്ങൾക്ക് പ്രസ്സർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതാ ഞാനൊരു പുട്ടുപൊടിയുടെ പാക്കറ്റിൻ്റെ ഉൾഭാഗമാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കവർ ഏതായാലും നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ ബോളാക്കി എടുക്കുക. എന്നിട്ടിതാ ഞാൻ ഈ എടുത്ത കവറിൻ്റെ മേലെ വെച്ച് ആദ്യം ഫസ്റ്റിൽ ഓയിൽ തേച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് പരത്തിയെടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കുക. തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക. ഫസ്റ്റ് തപ്പം ചിലപ്പോൾ ഫെയിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതെനിക്കൊക്കെ ഒരുപാട് തവണ പറ്റിയിട്ടുള്ളതാണ്. നെയ്യപ്പം അതുപോലെ തന്നെ നെയ്പ്പത്തലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തപ്പോൾ ഫെയിലാവും. അതുകൊണ്ട് ആരും ടെൻഷൻ ആവണ്ട. ഓയിൽ ശരിയായിട്ട് ശരിക്ക് ചൂടാവാത്തതിൻ്റെ പ്രശ്നമാണ് അങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ അപ്പം ആരും പേടിക്കേണ്ട, അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഈ ഒരു ഞാൻ പറയുന്ന കറക്റ്റ് അളവിൽ ആ ഒരു ഇതിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതാ ഞാൻ അപ്പം പൊന്തി വന്നിട്ടുണ്ട്. ഈ പൊന്തി വന്ന ഉടനെ തന്നെ നമുക്ക് പൊന്തി വന്ന് കുറച്ച് കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. എനിക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ അപ്പം ഫെയിലായിന് കേട്ടോ. ഓയിൽ ശരിക്കും ചൂടായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടാമത് ഇട്ട് കൊടുത്തതാണിത്. ഓരോന്ന് നമ്മൾ ചീനച്ചട്ടിയിലിട്ട് മറിച്ചിടുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അടുത്ത് ഇടാനുള്ളത് പരത്തിയെടുക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ അപ്പം ഇട്ട് കൊടുക്കുന്നത് മുതൽ അപ്പം ചുട്ടെടുക്കുന്ന ടൈം വരെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഫ്ലെയിം കുറക്കാൻ പാടില്ല. നിങ്ങൾക്ക് നല്ലപോലെ മുരിഞ്ഞ് കിട്ടണമെങ്കിൽ ചെയ്യാം, അല്ല ഇത്ര കളറാവണ്ടെങ്കിൽ അതും ചെയ്യാം. ഈ അപ്പത്തിൻ്റെ മേലെ കാണുന്നില്ലേ വൈറ്റ് മേലെ, അതാണ് കേട്ടോ നമ്മൾ അരി. അത് ഈ ഒരു കാരണം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് അരി നല്ല പോലെ അരച്ചെടുക്കാത്തത്. നല്ല പോലെ അരച്ചെടുത്താൽ ഇങ്ങനെ കിട്ടില്ല. തട്ടുകടയിൽ നിന്നൊക്കെ തിന്നുന്ന ആളാണെങ്കിൽ മനസ്സിലാവും, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അത് തിന്നാനും വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇതാ അടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെക്കാനൊന്നും പാടില്ല. കൈയുടെ വിരൽ വെച്ചോ അല്ലെങ്കിൽ കൈയുടെ ഉൾഭാഗം വെച്ചോ നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ പരത്തിയെടുക്കാം. നല്ല പോലെ നേരിയതായിട്ട് എടുക്കാനും പാടില്ല. ഞാൻ ഈ പരത്തുന്ന ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെക്കോർഡിങ്ങിൽ എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ നല്ല മഴയാണ്, അതിൻ്റെ ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പം ഫുള്ളായിട്ട് ചുടുന്നത് കാണിക്കുന്നില്ല, കുറച്ച് മാത്രമേ ഞാൻ ചുട്ടെടുക്കുന്നത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഈ റെസിപ്പിയെക്കുറിച്ച് ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ അപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.